പ്രശ്നത്തിലും കലാശിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ മുഴുവൻ മദ്യപാനിയായിട്ടാണ് അവിടെ നിൽക്കുന്നത് ആ സമയത്ത്. സൗഖ്യമാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ തട്ടിപ്പായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. ഇത്രയും 10,000-10,000 പേര് നിൽക്കുന്നതിനകത്ത് ഏതിലില്ല. ആ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും ബാക്കിൽ 2 കരങ്ങൾ ഉയർത്തി ഇങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു വലിയ ഭാവിയാണ്. 2002 മുതൽ ആ ഒരു സന്തോഷത്തിലാണ് ഇന്ന് പോകുന്നത്. ഇന്ന് അതേ സന്തോഷം. നമസ്കാരം. പ്രകാശവീഥിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവ സാക്ഷി നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. സുവിശേഷ പ്രവർത്തകനായ ശ്രീ ജോൺസൺ ലോപ്പസ് ആണ് നമ്മളുടെ ഒപ്പമുള്ളത്. പ്രൊഫൈലൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, എങ്കിലും നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ദേവദാസനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അനുഭവങ്ങൾ തുടങ്ങാം. അനുഭവങ്ങൾ, ജനിച്ചത് വളർന്നത് ഞാൻ ബേസിക്കലി ഒരു ഇടുക്കി ജില്ലയിലാണ് വളർന്നത്. ജനിച്ചതൊക്കെ അവിടെയാണ്. സ്കൂൾ ജീവിതമൊക്കെ അവിടെ തന്നെയായിരുന്നു. എൻ്റെ ഫാദർ ഒരു ഫോറസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം അദ്ദേഹം എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലാണ് അവിടെ വന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുഴുവൻ അവിടെ സ്കൂൾ വരെ 10ാം ക്ലാസ് വരെയൊക്കെ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങളൊരു പാരമ്പര്യ വിശ്വാസത്തിലൊക്കെ നിൽക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസം, പള്ളിയും കാര്യങ്ങളൊക്കെ. ഒരു ആത്മീയ അനുഭവങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചട്ടക്കൂടി തന്നെ അങ്ങ് വന്നു. പക്ഷേ ഈ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ കലാപ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മിമിക്രി പോലുള്ള കാര്യങ്ങൾ ഈ 6ാം ക്ലാസ് തൊട്ട് ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങും. ശബ്ദങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അന്ന് എൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് കണ്ടത് ഞങ്ങളുടെ പള്ളി തന്നെ ഉള്ള ഒരു ആളാണ്. അദ്ദേഹം ശബ്ദങ്ങൾ, കോഴിയുടെ, പൂച്ചയുടെയും മൃഗങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ അത് ഭയങ്കര ഒരു അട്രാക്ഷനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാൻ വേണ്ടി പുള്ളി റോബിൻ റോബിൻ്റെ കൂടെ കൂടി റോബിൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഇതൊന്നും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, ഒരു ടാലൻ്റാണ്. അപ്പം അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ മത്സരത്തിനൊക്കെ ചേർന്ന് മത്സരിച്ചൊക്കെ തുടങ്ങിയപ്പോൾ പ്രൈസൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ 6ാം ക്ലാസ് തൊട്ട് ഇങ്ങനെ ഈ പ്രോഗ്രാം വേണ്ട സ്കൂളിൽ ഒരു വലിയ ടീച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര കാര്യമാണ്, എല്ലാവർക്കും ശബ്ദം അനുകരിക്കുന്നുണ്ട്. അപ്പം അത് വന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ കൊല്ലത്ത് സെറ്റിലായി. അപ്പോൾ അതിൻ്റെ കൂടി കുണ്ടറയാണ്, കൊല്ലത്താണ്. അപ്പം അവിടെ വന്നപ്പോഴത്തേക്കൊരു പ്രൊഫഷണൽ രീതിയിലേക്ക്, അതായത് അപ്പോൾ അന്നത്തെ സമയത്ത് കൊല്ലത്ത് നിന്ന് ഞങ്ങളുടെ ഈ സ്കൂൾ ടൈമാണ് അല്ലേ? അല്ല, അത് സ്കൂൾ കഴിഞ്ഞു. കോളേജിലൊക്കെ വന്ന സമയത്ത് പ്രീ ഡിഗ്രി ആ സമയത്ത്. അപ്പം ആ സമയത്ത് കൊല്ലത്തെ കുറച്ച് സർക്കിളിലപ്പോൾ പ്രൊഫഷണലായിട്ട് നമുക്കൊരു ട്രൂപ്പ് അറേഞ്ച് ചെയ്യണം. അങ്ങനെ മിമിക്രി ആയിട്ട് നമ്മുടെ തിലകൻ, മഹാനടൻ തിലകനുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ ഷോബി തിലകൻ, ഷോബി, ഞങ്ങളൊരു ടീമായിട്ട് അത്യാവശ്യം സ്കിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെ അത് പിന്നെ വളർന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു. അങ്ങനെ ഒരു പ്രൊഫഷണൽ കലാരൂപത്തിലേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റ്. അപ്പം ഈ ആ സമയത്ത് ഈ കേരളത്തിലെ അമ്പലത്തിലും പള്ളിപ്പെരുന്നാളിലും ഒക്കെ ഭയങ്കര ഇങ്ങനെയുള്ള ഷോ ഭയങ്കരമായിരിക്കും. അപ്പം ഇത് ഞങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മിമിക്രി പ്രൊഫഷണലായപ്പോൾ ഈ സീസൺ കംപ്ലീറ്റ് ശബ്ദാനുകരണ കലകളാണ്. അപ്പം അത് ഒരു ടീമായിട്ട് ഞങ്ങൾ പോയി അവതരിപ്പിക്കും. അപ്പോൾ അതിനകത്തൊരു രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഏതെങ്കിലും രസകരമായ അനുഭവം ഓർക്കുന്നു? അല്ല, രസകരമായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ കർട്ടനൊക്കെ സാധാരണ സ്റ്റേജിൽ സെറ്റ് കെട്ടി ഓരോ സീനും കഴിയുമ്പോൾ മാറും. അപ്പം അങ്ങനെ ഞങ്ങളുടെ സെറ്റ് വർക്കർ ഒരാളാണ് നിൽപ്പുണ്ട്. അപ്പം പുള്ളി ഇത് ഞാൻ എൻ്റർ ആകുന്ന സീനിൽ ഇത് മാറ്റിക്കൊണ്ട് ലൈറ്റ് ഓഫിനകത്ത് അപ്പുറത്ത് പോകണം. അപ്പം പുള്ളി എന്ത് ചെയ്തതെന്നറിയാമോ? ഈ ലൈറ്റ് ഓഫ് ആയ സമയത്ത് പുള്ളി ഇത് തിരിച്ചത് പുള്ളി ഇതിനകത്ത് കിടന്ന് ചുറ്റി നടുക്കങ്ങ് നിൽക്കുകയാണ്. പോകാൻ പറ്റും. ലൈറ്റ് ഓൺ ആണ്. പുള്ളി ഇങ്ങനെ കഴുത്ത് വെളിയിലിട്ട് ഈ കട്ടനെ നടക്ക് കുരുങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട്, ജാമായി നിൽക്കുക. ഇത് പെർഫോം ചെയ്യാമെന്ന് ഞങ്ങൾ ചിരിച്ചുപോയി. ലൈറ്റ് ഓൺ ഞങ്ങൾ സ്റ്റേജിലുണ്ടല്ലോ, അത് കണ്ട് ചിരിച്ചു. അപ്പൊ അങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്ന സ്ഥലത്തും ഒക്കെ ഉണ്ട്. അപ്പം എന്നിപ്പോൾ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ ഈ മേഖല തന്നെ, ഈ സുരാജ് വെഞ്ഞാറമ്മൂട് പോലുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ ഒത്തിരി സ്റ്റേജിൽ ഒരുമിച്ച് പലയിടങ്ങളിലും പോയിട്ടുണ്ട്. പിന്നെ ഈ ചാനലിൻ്റെ പിന്നെ ആ സമയത്ത് സൂര്യ TV-ൽ ചെറിയ നുറുകുകൾ എന്ന് പറഞ്ഞ കോമഡി പ്രോഗ്രാം. അപ്പം അതിനുശേഷം ജയസൂര്യ അവതരിപ്പിച്ചൊരു പ്രോഗ്രാം. ജയസൂര്യ സിനിമയിലേക്ക് എൻ്ററായ സമയത്ത് പിന്നെ അത് പകരമായിട്ട് ഞാനാണ് അതൊരു കുറച്ച് എപ്പിസോഡ് ആ സൂര്യ TV-ൽ, കൈരളി ചാനലിൽ,
ഏഷ്യാനെറ്റില്. ഇടയ്ക്ക് സീരിയലോ അങ്ങനെ സീരിയൽ ദൂരദർശന് വേണ്ടി കുറേ സീരിയല് ഈ അഭിനയം, ഈ മിമിക്രി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഭിനയിക്കുക എന്നുള്ളത് വലിയൊരു താല്പര്യം. അപ്പൊ ഈ അഭിനയത്തിന് വേണ്ടി പലരും കാണുകയൊക്കെ ചെയ്തു. ആ സമയത്തുള്ള ഒരു ചാനലിൽ ഒരുപാട് TV സീരിയലിലൊക്കെ ധാരാളം ടെലിഫിലിമിലും സീരിയലിലും ഒക്കെ. അപ്പൊ 2001 ആ ഒരു മേഖലയിൽ നിന്ന് പരിപൂർണ്ണമായിട്ട് മാറി ഒരു പ്രൊഡക്ഷൻ ഡേയിലേക്ക് മാറി. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ നമുക്ക് ഈ ജീവിതം എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ ഒരു കലാകാരന്മാർക്ക് അത്യാവശ്യം വേണമല്ലേ. അപ്പം അങ്ങനെ അതൊരു ശീലമായി. ആ ഒരു ശീലം കൂട്ടുകാർ കൂടി അങ്ങനത്തുള്ള ദുർശീലങ്ങളൊക്കെ ഉണ്ട്. മദ്യപാനത്തിന്റെ. അപ്പൊ അത് ഈ ഫാദർ ഡിഫൻസിലായതുകൊണ്ട് ഇദ്ദേഹം കൊണ്ടുവരുന്ന മിലിറ്ററിയുടെ കോട്ടയുണ്ട്, അദ്ദേഹത്തിന് ഈ മിലിറ്ററി കോട്ട തന്നെ ഒരു 7-8 ബോട്ടിൽ കിട്ടും. അപ്പൊ അത് അദ്ദേഹം കുടിക്കില്ല. പിന്നെ ഞാൻ തന്നെയാണ് ഇത് 7ാം ക്ലാസ് തൊട്ട് തീർക്കുന്നു. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ രാവിലെ ഈ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാല് അൾത്താരപാലനായതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ എന്നെ കാണുന്നുണ്ട്. കാര്യം രാവിലെ 5 മണിക്ക് തൊട്ട് 6 മണിയുള്ള കുർബാനയ്ക്ക് ഞാൻ പോകും. പോയി കഴിയുമ്പോഴത്തേക്ക് എന്തിനാ പോകുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ചെന്ന് ആദ്യം അൾത്താര കിടാനുള്ള ആ കപ്പ്യാരുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആ ഓസ്റ്റി എടുത്ത് വെക്കുമ്പോൾ 2 ഓസ്റ്റി നമ്മൾ ആദ്യം കഴിക്കും. വെളുപ്പിനാണ്, നല്ല തണുപ്പുള്ള സമയം. ഈ തേക്കടി കുമളിയിലൊക്കെ നല്ല മഞ്ഞായിരിക്കും. അത് കഴിഞ്ഞ് അച്ഛൻ ഈ വൈൻ ഒഴിച്ച് വെക്കും. ആ വൈനിൽ നിന്നും ഒരു 2-3 കവളങ്ങ് മോന്തും. അപ്പൊ രാവിലെ ഈ അപ്പം പള്ളിയിൽ വരുന്നവർക്ക് ഞാനൊരു നല്ല കുട്ടിയും ഭക്തനൊക്കെ ആയിട്ടാണ് കണ്ടേക്കുന്നത്. പിന്നെ അച്ഛൻ ഈ വീഴുന്ന നേർച്ച പൈസയല്ലേ, അതിന് കുറച്ച് നമ്മുടെ പോക്കറ്റിലോട്ട് വെക്കും. ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വീട്ടിൽ കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റി. അങ്ങനെ അപ്പം ഒറ്റ നോട്ടത്തിൽ പള്ളിയുടെ പേര് പറഞ്ഞില്ലല്ലോ. ഏത് പള്ളിയുടെ? ഇപ്പൊ ഏത് പള്ളിയാന്ന് പറഞ്ഞില്ല, അത് കാര്യമായി. കാരണം പള്ളിയിലുള്ളവര് കേട്ടാലോ കേട്ടു, അത് വേണ്ട. അപ്പൊ പള്ളിയുടെ പേര് പറയുന്നില്ല. പാരമ്പര്യം ഒരു പള്ളി, ക്രൈസ്തവ വിശ്വാസത്തിൽ നിങ്ങളുടെ പാരമ്പര്യം കുർബാനയ്ക്ക് പോകുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു രസം. ഇത് ആ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ ഈ ഒരു ഭക്തനായിട്ട് ആൾക്കാർ കാണുന്നു. യഥാർത്ഥ ഭക്തനായില്ല അന്നേരം. അപ്പം ഇത് അങ്ങനെ ഒരു ജീവിതം അവിടെ ആ ഒരു ശൈശവ ജീവിതത്തിലും കുട്ടിക്കാലത്തിലും പിന്നെ യൗവന പ്രായത്തിലുമൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സ്വതന്ത്ര ചിന്താഗതിയിലൂടെ പാപം എന്താണെന്നറിയാതെ അങ്ങനെയൊക്കെ ജീവിക്കും. അപ്പൊ ഈ കലയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എത്തണം, അതാണ് മെയിൻ. അതിനുള്ള വഴികളാണ് ഈ മിമിക്രിയും ഈ കലാരൂപങ്ങളും. ഇതെല്ലാം നമ്മൾ അങ്ങനെയാണ്. അപ്പം അതിനുശേഷം നമ്മൾ ഈ തിരുവനന്തപുരത്തേക്ക് നമ്മൾ ചേക്കേറി കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ 32 വർഷമായിട്ട് തിരുവനന്തപുരത്തുണ്ട്. അനേക സുഹൃത്തുക്കളുണ്ട് ഈ ഫിലിം ഫീൽഡിൽ തന്നെ. വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സുഹൃത്തുക്കളാണ് ഇന്നും. അപ്പം ഇന്നും നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ സമ്പാദ്യങ്ങളും സ്വത്തുക്കളും എല്ലാം ഉണ്ട്. പക്ഷെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അവർക്ക് അതിനൊന്നും ഉത്തരവില്ലാത്ത ഒരു അനുഭവത്തിലായി പോകുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അതീതമാണ് ഇവരുടെയൊക്കെ ജീവിതം. നമ്മൾ കാണുമ്പോൾ സെലിബ്രിറ്റികളായിട്ടൊക്കെ അല്ലേ കാണുന്നത്. അപ്പോൾ വളരെ വളരെ പ്രയാസമുള്ള വിഷയങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ പണം കൊടുത്തോ ശക്തി കൊണ്ടോ കൈകാര്യം ചെയ്യാത്ത ഒത്തിരി വിഷയങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പം ചിലപ്പോൾ ഒരു വലിയ സമൂഹത്തിലൊക്കെ താരാപദവികളൊക്കെ ഉണ്ട്. അവരോട് അടുത്തറിയാവുമ്പോൾ അവരുടെ വിഷയങ്ങളെല്ലാം ഒത്തിരി. അപ്പം ഈ 2008 ഞാൻ പിന്നെ ഒരു പ്രോഗ്രാം ഇവർക്ക് വേണ്ടി ഇവരോട് ഒരു സുവിശേഷം പറയണം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടെ ചേർന്നിട്ട് ഈ മലയാള സിനിമയിൽ കാരണവർ എന്നൊക്കെ പറയുന്ന പോലെ മധുസാർ, ചെമ്മീൻ എന്ന സിനിമ ലോകോത്തര നിലവാരത്തിൽ ലോകം മുഴുവൻ കണ്ടു. അപ്പം ഈ മധുസാറിനോട് കാര്യം പറയും. മധുസാറിനോട് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. ഒരു ക്രിസ്മസ് ഇവൻ്റാണ്. അപ്പോൾ സാറ് വന്ന അതിൻ്റെ കാര്യങ്ങളൊന്ന് ഇവൻ്റൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. അപ്പം അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്നു. അപ്പം നമ്മളുള്ള ഈ നിലവിലുള്ള സിനിമയിലുള്ള കുറേ ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യന്മാർ, ക്യാമറമാൻ, എഡിറ്റേഴ്സ്, പിന്നെ സംഗീത സംവിധായകർ, ഗാനരചയിതാക്കൾ, അങ്ങനെ എല്ലാവരും വന്നു. ഒരു മനോഹരമായ ഒരു ഇവന്റ്, ക്രിസ്മസ് ഇവന്റ്. പക്ഷെ അന്ന് ഒരു 20 മിനിറ്റ് സുവിശേഷം യേശു ജനിച്ചതിനെ കുറിച്ച്. അപ്പോഴത്തേക്ക് സാറ് വിശ്വാസത്തിലായി. വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അപ്പൊ നമ്മുടെ ഈ അനുഭവത്തിൽ ഈ ഒരു ആൾക്കാരോട് സുവിശേഷം പറയണമല്ലോ, ഒരു ആത്മഭാരം നമുക്കുണ്ട്. അപ്പം നമ്മൾ അവരോട് പറയുക. അപ്പൊ അവർക്കോട് പറയാമെങ്കിൽ ആ പറയുന്ന രീതി ഒരു ക്രിസ്മസ് ദിവസത്തിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് എന്താണ് ക്രിസ്തു ജനിച്ചത്, എങ്ങനെയാണ്, അപ്പൊ അതിനെക്കുറിച്ച് ഒരു മനോഹരമായ ഒരു ഇവന്റ് നമ്മൾ ചെയ്തത് 2008 അത് ചെയ്യുന്നത്. അത് ആ ഇൻഡസ്ട്രി തന്നെ അനേകർക്ക് അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറി. യേശുവിനെ കുറിച്ചുള്ള ഒരു അറിവ്. കാരണം ഇവരെല്ലാം ഒരു താരാപദവിയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ താരങ്ങളെ നോക്കിപ്പോയ രാജാക്കന്മാരുണ്ട്. അവര് ചെന്ന് നിന്നത് എവിടെയാണ്? വലിയൊരു രാജാവിന്, ഒരു താരത്തിന്റെ മുമ്പിലാണ്. അപ്പൊ താരങ്ങളുടെ രാജാവിന്റെ മുന്നിൽ പോയി നിൽക്കുക.
അപ്പോൾ അതായിരുന്നു അന്നത്തെ സന്ദേശം. അപ്പം അത് ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്. അപ്പം സജീവമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സുവിശേഷ പ്രവർത്തനം എത്താത്ത സ്ഥലത്ത്, അത് സിനിമ പോലുള്ള മേഖലകളിൽ പല ലൊക്കേഷനുകളിലും ഷൂട്ടിംഗ് സ്ഥലത്തും ഒക്കെ പോയി നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയും പല ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും അവരോട് സുവിശേഷം പറയാനും ഒരു പുതിയ നിയമ ബൈബിളൊക്കെ കൊടുത്ത് അവരോട് കാര്യങ്ങൾ പറയാനും ഒക്കെ ഒത്തിരി അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലാണ് ഇപ്പം മുഴുവൻ സമയം സുവിശേഷ പ്രവർത്തനമാണ്. കലാപരമായിട്ട് ഇപ്പം എന്നെ ഇപ്പം എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ഓപ്പൺ മീറ്റിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ, ഓപ്പൺ മീറ്റിങ്ങിന് വിളിച്ചാൽ കേൾക്കാൻ വരുന്നത് പബ്ലിക്കാണ്. അവിടെ ഭക്തരൊന്നും കാണത്തില്ല. അപ്പം നമ്മൾ ഒരു പൊതു സ്ഥലത്താകുമ്പോൾ പബ്ലിക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, കുറെ കൂടെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പല ശബ്ദങ്ങളൊക്കെ അനുകരിക്കും. അത് ബിബ്ലിക്കലി ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ ചെങ്കട രണ്ടായിട്ട് പിളരുന്നതും, ചെങ്കട രണ്ടായിട്ട് പിളരുന്നു, പിന്നെ യുദ്ധശ്രുതികളും, അപ്പൊ അതിന്റെയൊക്കെ ശബ്ദങ്ങൾ ആവിഷ്കരിക്കും. അപ്പൊ അത് ലൈവ് നമ്മളിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിൽ നമ്മൾ ലൈവ് സ്പോട്ട് ഡബ്ബാ ചെയ്യുന്നത്. ഫുള്ള് സ്ക്രീനിനകത്ത് ആ വിഷ്വൽസ് എല്ലാം വരുമ്പോൾ ശബ്ദമാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ ലൈവ് ജനം പെട്ടെന്ന് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി 10 പേര് കള്ളുകുടിയന്മാരാണെങ്കിലും വന്ന് ശബ്ദം കേൾക്കുമ്പോൾ വരുമല്ലോ, അപ്പൊ അവരോട് സുവിശേഷം പറയും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. യേശുവിലേക്ക് വന്ന ആ വഴി വന്നത് ഏഷ്യാനെറ്റിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിൽ ആ സമയത്ത് ഈ 99 ആ കാലഘട്ടത്തിൽ ഞാൻ തമിഴ്നാട്ടിൽ രാജ് TV എന്ന് പറഞ്ഞൊരു തമിഴ് ചാനലിന് വേണ്ടി പിന്നെ ഒരു അപൂർവ എന്ന് പറഞ്ഞൊരു മെഗാ സീരിയൽ ഉണ്ടായിരുന്നു. അപ്പം അതിന് അസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോയി. ചെന്നപ്പോഴത്തേക്ക് അസിസ്റ്റന്റ് ചെയ്യാനായിട്ട് അവിടെ ആൾക്കാർ കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം പിന്നെ അഭിനയമാണ് ഉള്ളത്. പിന്നെ ആ തമിഴ് സീരിയൽ കുറേ എപ്പിസോഡ് അഭിനയിച്ചു. അതിനകത്ത് കക്ക രവി, ചിത്ര, സോണിയ ഒക്കെ തുടങ്ങിയ തമിഴിലെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത്. അപ്പം നമുക്കും അതിനകത്ത് അത്യാവശ്യം ഒരു വില്ലൻ വേഷം ഉണ്ടായിരുന്നു. അപ്പം ആ 99 കഴിഞ്ഞപ്പോൾ ഞാൻ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ ഈ കരയുന്ന സീരിയലുകളാണ്. അപ്പോഴാണ് എൻ്റെ ചിന്ത വന്ന് ഈ എല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമല്ലോ. അപ്പോൾ ഒരു മുഴുനീള ഹാസ്യ മെഗാ സീരിയൽ, അത് നമ്മുടെ ബൈജു നാദിർഷ പോലുള്ള ആർട്ടിസ്റ്റുകളാണ്. കവീർ പൊന്നമ്മ, കൊല്ലം തുളസി, TP മാധവൻ, അങ്ങനെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കുറേ ആൾക്കാർ വെച്ചിട്ട് ഒരു കോമഡി സീരിയൽ പോലെ. അത് ഏഷ്യാനെറ്റിന് വേണ്ടി. അപ്പം അത് അപ്രൂവൽ എല്ലാം കിട്ടി. ആ ഷൂട്ടിങ് ഏകദേശം ഒരു പൈലറ്റ് ഒരു എപ്പിസോഡ്, സാധാരണ ഒരു പൈലറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള തരുള്ളൂ. അപ്പോൾ പൈലറ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൈലറ്റ് ഷൂട്ട് ചെയ്യുന്ന 10 ദിവസത്തിനകത്ത് സംഘർഷമായ പല അവസ്ഥകളും കടന്നു വന്നു. ഒന്ന് സാമ്പത്തികമായുള്ള ക്രൈസിസ് വന്നു. കാര്യം ഒന്ന് കടം വാങ്ങിച്ചും പലിശയ്ക്ക് വാങ്ങിച്ചും ഒക്കെയാണ്. പിന്നെ ഒരു പാർട്ട്ണറും ഒക്കെ വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ മൊത്തം തീം ഭയങ്കര രസകരമാണ്. അപ്പം അതുകൊണ്ട് അത്ര ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരുന്നു. അന്നത്തെ കാലത്ത് തന്നെ പിന്നെ ചിത്രാഞ്ജലി പോലുള്ള സ്റ്റുഡിയോ ഫ്ലോർ വലിയ സെറ്റ് ഇട്ടിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അടൂർ ഒരു സെറ്റ് ഇട്ട്, ദേവലോകമൊക്കെ സെറ്റ് ഇടുകയായിരുന്നു. അന്ന് ഇന്നലെ പ്രോമോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അന്ന് സെറ്റ്. അപ്പം അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ക്രൈസിസ് വന്നു. ഷൂട്ടിങ് യഥാർത്ഥത്തിൽ ഭയങ്കരമായി വലിയൊരു എന്താണ് വലിയ പ്രശ്നത്തിലും കലാശിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ മുഴുവൻ മദ്യപാനിയായിട്ടാണ് നിൽക്കുന്നത് ആ സമയത്തൊക്കെ. കാര്യം ബോധമില്ലാതെ ജീവിക്കുക. അപ്പം ഈ ഒരു തകർച്ച കഴിയുമ്പോൾ പിന്നെ ഒരു മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് പിന്നെ ഉള്ളത്. അപ്പം ബാധ്യതകൾ ഇതിനുണ്ട്, പോലീസ് കേസുണ്ട്, പിന്നെ ഈ പാർട്ട്ണറുടെ ഗുണ്ടകൾ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈഡിൽ കൂടെ വരുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഞാൻ മദ്യം വാങ്ങിച്ചു കൊടുത്തവരും എൻ്റെ കൂടെ നടന്നവരൊന്നും അന്ന് ആരുമില്ല, സുഹൃത്തുക്കളൊന്നുമില്ല, ആരും കാണാനില്ല. അപ്പം ഞാൻ ഏകനായതുപോലൊരു തോന്നൽ. ഒരു ക്രൈസിസ് വന്നപ്പം കൂട്ടുകാരുമില്ല. അപ്പം പരിപൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയം ഒരു ഇരുണ്ട അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സഹായങ്ങളും ഉള്ള എല്ലാ കാര്യങ്ങളും അടഞ്ഞു. ആരും നമ്മളെ സഹായിക്കാനില്ല. വീട്ടിലെ ആകെ പ്രശ്നം, വീട്ടിലെ അസ്വസ്ഥത, അവർക്കും എന്നെ ഓർക്കും ഭയങ്കര ദുഃഖം. നമ്മുടെ വലിയ ഡ്രീം പ്രോജക്റ്റായിരുന്നു. 100-200 എപ്പിസോഡ് വരെ ആ സമയത്ത് പോകേണ്ടത്. സ്പോൺസർഷിപ്പിൽ നമുക്കെല്ലാം നല്ല രീതിയിൽ വരുമാനം വരുന്നൊരു സീരിയലായിരുന്നു. സ്വപ്നങ്ങൾ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ടങ്ങ് തകർന്നു എന്ന് പറഞ്ഞ പോലെ. പിന്നെ മരണത്തെക്കുറിച്ച് ചിന്ത മുഴുവൻ, ഈ മരണചിന്ത കുറേ ദിവസം നിലനിന്നു. അതൊരു ഭയം വന്നു. വീട്ടിന് പുറത്തിറങ്ങത്തിൽ റൂമിനകത്ത് തന്നെ ഇരിക്കുന്ന അനുഭവങ്ങളാണ്. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ വീട്ടിലൊരു അമ്മച്ചി വന്നിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഇവരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നവർ എന്തെങ്കിലും കിട്ടുമല്ലോ, അതിനൊക്കെ അങ്ങനെ ഒരു ചിന്ത. അപ്പോൾ അവരൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അവർ നിരന്തരമായി ഈ വന്ന് പ്രാർത്ഥന കഴിക്കുന്നുണ്ട്. പക്ഷേ ഇവരെന്താ പ്രാർത്ഥിച്ചത്, ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്നൊന്നും അറിയത്തില്ല. 2002 നവംബർ മാസം ഒരു വലിയ ക്രൂസൈഡ് നടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ സഹോദരിയായിട്ട് ആ ക്രൂസൈഡിന് പോകും. എന്നെ വിളിച്ചോട്ട് പോകും. അപ്പം ഞാൻ അങ്ങ് ഒരു എല്ലാം നഷ്ടപ്പെട്ടവനെ പറ്റി ഇരിക്കുകയില്ല. ആര് വിളിച്ചാലും അവിടെ പോകാൻ വേണ്ടി. അപ്പോൾ സഹോദരിക്ക് നടുവേദനയാന്ന് പറഞ്ഞു. അങ്ങനെ ആരോ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾക്ക് പിന്നെ പള്ളി പോലുള്ള പരിചയമുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിലേക്ക് ചെന്ന് കയറുക. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പെങ്ങളുടെ പേര് വിളിച്ച് പറയണം, ലില്ലി എന്ന് പറഞ്ഞു.
സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഇതൊക്കെ തട്ടിപ്പായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. ഇത്രയും 10,000-10,000 പേര് നിൽക്കുന്നതിനകത്ത് ഏതിലില്ലേ. അപ്പം ഞാനിങ്ങനെ പുച്ഛിച്ചൊക്കെ തള്ളി എൻ്റെ മനസ്സൊക്കെ വിഷമിച്ചിരിക്കുക. പക്ഷേ ഈ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും ബാക്കി നിൽക്കുന്ന എനിക്കറിയാം എന്തോ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നു. എൻ്റെ സഹോദരി ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ആ ലില്ലി ഞാൻ എൻ്റെ ബാക്ക് പെയിൻ പരിപൂർണ്ണമായിട്ട് മാറി. അപ്പോൾ ഒരു മിറക്കളാണ്. അതെ, എൻ്റെ മടിയിലിരുന്നുകൊണ്ട് ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പം ഈ സീറ്റിലിരിക്കാൻ പോയി. അതുകൊണ്ട് എൻ്റെ മടിയിലിരുന്നുകൊണ്ടാണ് ആ ഗ്രൗണ്ടിൽ വന്നത്. തിരിച്ചു വന്നപ്പോൾ സീറ്റിലിരുന്ന് എൻ്റെ കൂടെ വരുന്നത്. അപ്പം കംപ്ലീറ്റ്ലി ഹീൽ. അവിടെ ചൂട് അനുഭവങ്ങൾ വന്നിട്ട് നടുവിൻ്റെ അഭാവത്തിൽ ഒരു ചൂട് വന്നു. ആ പറയുന്ന സമയത്ത് തന്നെ അവിടെ നിൽക്കുന്ന അഭിഷേകം പിടിച്ച് പറയുന്ന സമയത്ത് തന്നെ ഒരു ചൂട് അനുഭവപ്പെട്ടു. വ്യക്തമായ ഒരു ശരീരത്തിലൊരു അടയാളം പോലെ വന്നു. അപ്പം അത് സൗഖ്യമായി. അപ്പം പിറ്റേ ദിവസം പോകാനായിട്ട് കൊണ്ടുവിടാൻ ആരുമില്ല, ഞാൻ തന്നെ കൊണ്ടുപോകണം. ഞാൻ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും ബാക്കിൽ ഒരു പ്രത്യാശയില്ലാതെ നിൽക്കുക. പക്ഷെ അന്ന് പറഞ്ഞ വചനം, അന്ന് അവിടെ കേട്ട വചനം എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് തോന്നിയിട്ട് ഞാനതങ്ങ് ഏറ്റെടുത്തു. ആ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും ബാക്കിൽ ഇങ്ങനെ 2 കരങ്ങൾ ഉയർത്തി ഇങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു വലിയ പാപിയാണ്, വലിയ പാപിയാണ്. പാപി എന്ന് പറഞ്ഞാൽ ഇന്ത്യപാലം. അതെ അതെ, ഈ ഒരു ഇങ്ങനെ ഒരു ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത ജീവിതം, കൂട്ടുകാരകത്ത് സന്തോഷിച്ച് അങ്ങനത്തെ ഒരു ലൈഫ്. അപ്പം ഒരു പാപിയാണെന്നുള്ളൊരു ബോധം ആ ഗ്രൗണ്ടിൽ വെച്ച് എനിക്ക് ഉദിച്ചു. ഞാൻ അവിടെ നിന്ന് ഞാൻ തന്നെ അങ്ങ് പറയുകയാണ്, ഈ കടഭാരത്തിൽ നിന്നും ഈ നരകത്തിൽ നിന്നും ഈ യാതനയിൽ നിന്നും കട്ടത്തിൽ നിന്നൊക്കെ തന്നെ വിടുവിച്ചാൽ യേശുവേ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാം. ആരും പറഞ്ഞു തന്നില്ല, രക്ഷാവാചകം പറഞ്ഞു തന്നില്ല, ഒരു ട്രാക്കിങ് കിട്ടിയില്ല. ഉള്ളിൽ നടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ചെയിൻ സ്മോക്കിംഗ് ഉണ്ട്, ഷംപൂ പോലുള്ള കാര്യങ്ങൾ, പാൻപരാഗ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പീഡ പോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാ ദിവസമായിട്ട് വേണം. അപ്പം അത് ശീലങ്ങളുണ്ട്, കുറേ ദുർശീലങ്ങളായിട്ട്. ഇതൊക്കെ എൻ്റെ ശരീരത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാനിത് പറയുന്നത്. ഈ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും ബാക്കിൽ ആരും കാണുന്നില്ല എന്നെ, എല്ലാവരും ഫ്രണ്ടിലൊക്കെ നിൽക്കുക, ആയിരക്കണക്കിന് ആൾക്കാർ. എനിക്കൊക്കെ ദൂരെ കാണാം അവിടെ. അപ്പം ഞാൻ ഇതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ ശാന്തതയാണ്. ഞാൻ അന്ന് രാത്രി ചെന്ന് നന്നായിട്ട് അങ്ങ് ഉറങ്ങി. ഈ ഭയം, ഈ ഗുണ്ടകൾ അതങ്ങ് മാറി. അപ്പം ഈ ഭീതി അങ്ങ് മാറി, ഒരു ധൈര്യം വന്നു. അപ്പം ഇവിടെ നടന്ന ചേഞ്ച് എന്താണെന്ന് അറിയണേ, റിസൾട്ട് വേണ്ടേ. ഈ അഡിക്ഷൻ എന്ന് പറയുമ്പം ശരീരത്ത് ഒരു കാര്യം കയറി ഒരാൾ ഒരു മയക്കുമരുന്നിനോ മദ്യത്തിനോ സിഗരറ്റിനോ നിക്കോട്ടിനോ എന്തെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോകാൻ ഒത്തിരി സമയമെടുക്കും. കുറേ സമയം ബോഡിയിൽ നിന്ന്. പക്ഷെ സംഭവിച്ചിട്ടുണ്ടെന്നറിയോ, പിറ്റേ ദിവസം രാവിലെ ഉണർന്നാൽ എനിക്ക് ആദ്യം വേണ്ടുന്ന സിഗരറ്റാണ്. എനിക്കത് അതിനെക്കുറിച്ചുള്ള ചിന്ത എനിക്കില്ല. ഉച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല, ഒന്നും യാതൊന്നും എൻ്റെ മനസ്സിലാകുന്നില്ല. അന്ന് വൈകുന്നേരം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞു. എനിക്ക് സിഗരറ്റ് വലിക്കണമെന്നോ അല്ലെങ്കിൽ ഈ പാൻപരാഗ് വേണമെന്നോ അങ്ങനെ മദ്യപിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്ത ഒരാഗ്രഹമില്ല. അപ്പം ഞാൻ അറിയാതെ തന്നെ എൻ്റെ ശരീരത്തിലൊരു വലിയ വ്യത്യാസം ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഇത് ജീവനുള്ളൊരു ദൈവം ഉണ്ട്. ചേച്ചിക്ക് മനസ്സിലായി. ഈ ജീവനുള്ള ദൈവം ഉണ്ടെന്ന് ഒരാൾ പറയണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാണ്. അതെ, ഇപ്പം പള്ളി മാറി സഭ മാറി എന്നൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം. ഇതെങ്ങനെ മാറുന്നത്? ആദ്യം ഇവിടെയാ മാറ്റം ഉണ്ടായത്. അതെ, അപ്പൊ ഈ മാറ്റം എനിക്ക് വ്യക്തമായിട്ട്. അപ്പൊ ഞാൻ അപ്പോഴാണ് ഈ ബൈബിൾ എടുക്കാൻ തുടങ്ങിയത്. അപ്പൊ വീട്ടിൽ നിരന്തരം പുറത്തിറങ്ങാൻ പേടിയാ. കാര്യം ഗുണ്ടകളൊക്കെ ഉണ്ടോ, ഈ ധൈര്യം ഉണ്ടെങ്കിലും ഇങ്ങനെ ഇവരെല്ലാം ആക്രമിക്കുകയോ അല്ലെ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമെന്ന് വെച്ചു. അങ്ങനെ ഇവര് എന്നെ ഒരു ദിവസം ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തി, അത് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് എന്നെ ആക്രമിക്കാൻ നോക്കി. എൻ്റെ ഈ അപ്രൂവലായ ഇതുണ്ടല്ലോ, പേപ്പർ ഉണ്ടല്ലോ, ഏഷ്യാനെറ്റിന്റെ ആ കോൺട്രാക്ട് ചെയ്ത് പേപ്പർ കൈക്കലാക്കാൻ വേണ്ടി ഗുണ്ടകളൊക്കെ കൊണ്ടുവന്നു. ഞാൻ പിന്നെ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഈ ഭീതി കിടക്കും. പക്ഷെ ഈ വചനം വരുന്നത് വായിക്കാൻ തുടങ്ങിയപ്പോൾ വ്യക്തിപരമായിട്ട് ദൈവം ഇടപെടാൻ തുടങ്ങി. ഒരു പള്ളിയിലോ ഒന്നും ഒരു സ്ഥലത്തോ ആരും എന്നെ പ്രത്യേകം ഉപദേശിക്കാൻ വന്നില്ല. എൻ്റെ ജീവിതത്തിലെ രക്ഷയും എൻ്റെ ജീവിതത്തിലെ സന്തോഷവും ആ സമാധാനവും ഒക്കെ എനിക്ക് യേശുവുമായിട്ട് എൻ്റെ മുറികളിലാണ്, എൻ്റെ പ്രാർത്ഥന മുറിക്കകത്താണ് അത് വ്യക്തമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയത്. അപ്പം അതൊരു വലിയ മാറ്റം ഉണ്ടായി. 2002 മുതൽ ആ ഒരു സന്തോഷത്തിലാണ് ഇന്ന് പോകുന്നത്. ഇന്ന് അതേ സന്തോഷം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാതെ എൻ്റെ ഹൃദയത്തിലുണ്ട്. വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാ വെല്ലുവിളികളുടെയൊക്കെ നടുവിൽ നിൽക്കാനായിട്ട് ഒരു അസാധാരണ ധൈര്യവും ബലവും ഒക്കെ ഈ അഭിഷേകം തന്നിരിക്കുന്നത്. പരാജയപ്പെട്ടു തീർന്നു എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച സ്ഥലത്ത് തീരാതെ പിന്നെയും ദൈവം നിർത്തിയിരിക്കുന്നു. ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പം നിലവിൽ നമുക്ക് പ്രവർത്തനങ്ങളുണ്ട്, മീഡിയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയുണ്ട്.
ഇപ്പം മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ക്രിസ്ത്യൻ കോളത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു റിയാലിറ്റി ഷോ പ്ലാൻ ചെയ്തു. കണ്ടിരുന്നു ഗ്ലോറിയ ഡിയോ 2025. അതെന്ന് ചെയ്യാൻ ഗ്ലോറിയ ഡിയോ നമ്മൾ സെക്കുലർ സൈഡിൽ നിന്ന് ഇപ്പം മോഹൻ സിത്താരെ പോലുള്ള മ്യൂസിക് ഡയറക്ടർ രക്ഷിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ വിജയ് ട്രാവൽ, പിന്നെ അതുപോലെ തന്നെ ഈ ജാസി ഗിഫ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും വിധികർത്താക്കളായിട്ട് വരുന്നത്. പാടുന്നത് ആർക്ക് വേണമെങ്കിലും ക്രിസ്ത്യൻ ഡെവോഷണൽ സോങ് പാടാൻ താല്പര്യമുള്ള കഴിവുള്ള അതിലുള്ള ആൾക്കാരെ നമ്മൾ ഓഡിഷന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ചാനലിൽ തന്നെ അത് വരും. അതൊരു കോമ്പറ്റീഷൻ പോലെ തന്നെ റിയാലിറ്റി ഷോ ആണ്. പിന്നെ ക്രിസ്ത്യൻ ഗസൽ അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് മലയാളം ഗസൽ സോങ്ങുകൾ നമ്മൾ അത് എപ്പിസോഡായിട്ട് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാം മീഡിയ ആയിട്ട് കൈകാര്യം. പിന്നെ ഒരു ബിഗ് പ്രോജക്റ്റ് വരുന്നത് ഒരു ഫിലിം പ്രോജക്റ്റ് ആണ്. അത് അതിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതുന്നതും സെക്കുലർ ഫിലിമാണോ അല്ല, യേശു ജീസസ് ബേസ്ഡ് ഗോസ്പലാ. യേശു പടയാളി, ആ ലാസ്റ്റ് സീനിലുള്ള നമ്മൾ കാണുന്ന സിനിമ കാണുമ്പോൾ ലാസ്റ്റ് സീനിലുള്ള ഒരു പടയാളി, ആ പടയാളി യേശുവും തമ്മിലുള്ള അത് ആദ്യം തൊട്ട് തന്നെ ഉള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് ബഡ്ജറ്റ് വലുതായിരിക്കും, വലിയ ബഡ്ജറ്റിൽ അത് വേൾഡ് വൈഡ് റിലീസായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്കുലർ ആർട്ടിസ്റ്റുകളാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന. കുറേ ഇപ്പോഴത്തെ നിലവിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പദ്ധതിയിലിട്ടിരിക്കുന്നത്. അത് ഒരു പുതിയ ഡയറക്ടർ, അദ്ദേഹം കുറേ കൊമേഴ്ഷ്യൽ തന്നെ കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ മത്സരത്തിനൊക്കെ ഉള്ള ആർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് ഈ സിനിമയാണ് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നത്. വളരെ ടാലൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണ് ഇത്. കോപ്പിറൈറ്റ് ഉള്ള ഒരു സിനിമയാണ്. അദ്ദേഹം പറയുന്നത് ഓസ്കാറിലേക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ്, അത്ര നിലവാരത്തിലാണ്. അപ്പോൾ അതിൽ ഞാനൊരു നല്ല വേഷം ത്രൂ ഔട്ട് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ട സിനിമാ സീരിയൽ രംഗത്ത് നിന്ന ഒരു ശക്തനായ ഒരു വ്യക്തി, ഒരു നല്ല അനുഗ്രഹീത കലാകാരൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാർക്കെങ്കിലും ഈ ഒരു സുവിശേഷത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നോ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നോ ഒക്കെ ഒരു വലിയ ആഗ്രഹം കാണും. നിങ്ങളൊന്നും ഓർക്കുക, വളരെ സമാധാനമില്ലാതെ ഒരു സ്വസ്ഥതയുമില്ലാതെ ഭയത്തോടെ നിന്നിരുന്ന ഒരു മനുഷ്യൻ ഒരു കൺവെൻഷൻ വേദിയിൽ അല്ലെങ്കിൽ ഒരു ക്രൂസൈഡ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് നിലവിളിക്കുന്ന സമയത്ത് എത്ര ശക്തമായാണ് പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടത്. സത്യത്തിൽ അതുപോലെ ഒരാഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മറ്റെല്ലാ മതത്തിൻ്റെ സംഹിതകൾക്കും ഒക്കെ അപ്പുറത്ത് നിന്ന് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത യാതൊന്നുമില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ മാറ്റത്തിൻ്റെ കഥയും അനുഭവങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. പ്രകാശവീഥിയുടെ ഈ ഒരു നല്ല പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പ്രിയ ജോൺസൺ ലോപ്പസ് സാർ വന്നതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇതുപോലുള്ള മറ്റ് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുമായി വീണ്ടും അതിഥികൾ ഈ പ്രോഗ്രാമിലെത്തും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.